ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു വിറ്റോക്സ് മീഡിയ. ഇന്ന് മാർക്കോ സിനിമയുടെ റിവ്യൂമായിട്ട് വന്നിരിക്കുന്നത്. നമ്മളേറെ പ്രതീക്ഷയോടെ ഇരുന്ന സിനിമയാണ് മാർക്കോ. അപ്പം അത് റിലീസായി നല്ല റെസ്പോൺസാണ് തിയേറ്ററിൽ നിന്നൊക്കെ കിട്ടുന്നത്. അപ്പം ഈ സിനിമയുടെ പോസിറ്റീവ് വശങ്ങളിലേക്ക് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ, പടത്തിൻ്റെ പോസിറ്റീവ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഡയറക്ഷൻ, ക്യാമറ, പിന്നെ എഡിറ്റിംഗ്, അതുപോലെ തന്നെ പ്രധാനമായിട്ടും പറയുകയാണെങ്കിൽ മ്യൂസിക്. സിനിമ മുഴുവൻ മ്യൂസിക്കാണ്. മ്യൂസിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ BGM, നമുക്ക് തിയേറ്ററിൽ ഇളക്കാനായിട്ട് പറ്റുന്ന തരത്തിലുള്ള മ്യൂസിക്കുകളാണ്. പടത്തിന് ആവശ്യമായിട്ടുള്ള മ്യൂസിക് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. നമുക്കറിയാം, ഒരു ത്രൂ ഔട്ട് ആക്ഷൻ മൂവി ആകുമ്പോഴത്തേക്കും നമുക്ക് ആവശ്യപ്പെടുന്ന ബോറടിപ്പിക്കാത്ത രീതിയിൽ, അതായത് അരോചകമാവാത്ത രീതിയിൽ തന്നെയാണ് അത് ചെയ്തു വെച്ചിട്ടുള്ളത്. നമുക്കറിയാം, രവി ബസ്രൂറാണ് അതിൻ്റെ കൈകാര്യം ചെയ്തിട്ടുള്ളത്. അപ്പോൾ പുള്ളി KGFലൊക്കെ നല്ല രീതിയിൽ ചെയ്തിട്ട് പിന്നെ ഇടയ്ക്ക് 2-3 മൂവിയിൽ പുള്ളി ചെയ്ത മൂവികൾ അത്ര ശരിയായിട്ടില്ല എന്നൊക്കെയുള്ള വിമർശനമൊക്കെ പുള്ളിക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പം ഈ മൂവിയിലോട്ട് വന്നപ്പോഴത്തേക്കും എനിക്ക് വളരെയധികം അത് ഇഷ്ടപ്പെട്ടു. അത് നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസിന് അത് നല്ല രീതിയിൽ അത് സഹായിച്ചിട്ടുണ്ടെന്ന് തന്നെയാണ് പറയുന്നത്. പിന്നെ ഉണ്ണിമുഖൻ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ, ആ പുള്ളിയെ നമുക്കറിയാമല്ലോ, ഉണ്ണിമുഖൻ. അപ്പോൾ ആ പുള്ളിയുടെ ആ ഒരു അപ്പിയറൻസ് വെച്ചിട്ട് എങ്ങനെ അത് ശരിയാക്കി എടുക്കുക എന്നുള്ള രീതിയിലാണ് ഒരു ചലഞ്ചായിട്ട് വരുന്നത് എന്ന് തോന്നിയത്. കാരണം മാർക്കോ എന്ന് പറയുന്ന ക്യാരക്ടർ പുള്ളി നേരത്തെ ചെയ്തിട്ടുള്ളതാണ്. അപ്പം ആ ക്യാരക്ടറിനെ വെച്ച് തന്നെ ഒരു ത്രൂ ഔട്ട് മൂവി ഇറക്കുമ്പോൾ പുള്ളിയുടെ കുറച്ച് കാര്യങ്ങൾ ആ സിനിമ കാണുമ്പോൾ മനസ്സിലാവും. നല്ല കൈയടക്കത്തോടെ ചെയ്യിപ്പിക്കാനായിട്ട് ഡയറക്ടറിന് ഉണ്ട് എന്നുള്ളത് നമുക്ക് അറിയാനായിട്ട് പറ്റും. ആക്ഷൻ സീൻസൊക്കെ അറിയാമല്ലോ, പുള്ളി പൊളിച്ചിട്ട് അടുക്കിയിട്ടുണ്ട് സിനിമയിൽ. പിന്നെ ചില മാസ് സീനുകൾ പൊളിച്ചിട്ടുണ്ട്. പിന്നെ ചില ഡയലോഗ് ഡെലിവറി അത് എല്ലായിടത്തും ഇല്ല. അത് പക്ഷേ നമുക്ക് സിനിമ കണ്ടുകൊണ്ടിരിക്കും വലിയൊരു പാളിച്ചയായിട്ട് തോന്നത്തില്ല. എങ്കിലും ചില സ്ഥലങ്ങളിലൊക്കെ കുറച്ചും കൂടെ ഒക്കെ ശരിയാക്കാമായിരുന്നു എനിക്ക് തോന്നിയിട്ടുണ്ട്. എന്നാലും അത് സിനിമയെ ഒട്ടും ബാധിക്കത്തില്ല എന്നുള്ളതാണ് പറയാനുള്ളത്. ബാക്കി ആക്ടേഴ്സായിട്ട് വന്നിട്ടുള്ള സിദ്ദീഖ് ഗംഭീര ആക്ടിംഗ് ആണ്. പിന്നെ അറിയാലോ, ജഗദീഷ് ആസ് യൂഷ്വൽ പൊളിച്ചിട്ടുണ്ട്. വില്ലന്മാരായിട്ട് വരുന്നൊരു കക്ഷിയുണ്ട്. പിന്നെ ഒരു വില്ലനുണ്ട് മെയിനായിട്ട് വരുന്ന പുള്ളി അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ എൻ്റെ സെറ്റാണ്. പടം തിയേറ്ററിൽ കാണാൻ ഞാൻ ആലോചിക്കണം, ഈ വയലൻസ് സിനിമകൾ ആഗ്രഹിക്കുന്നവർ ഒരുപാട് പേരുണ്ടല്ലേ എന്നുള്ളത്. അപ്പോൾ നമ്മുടെയൊക്കെ മൈൻഡ് ഒരു വയലൻസ് എന്നുള്ള രീതിയിലോട്ട് പോകുന്നുണ്ടോ എന്ന് എനിക്ക് ഡൗട്ടുണ്ടായിരുന്നു. ഈ സിനിമ ഏത് ജോണറിൽ വരുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ജോൺ വിക്ക് എന്ന് പറയുന്ന ഒരു മൂവി നമ്മൾ കണ്ടിട്ടുണ്ട്, ഇംഗ്ലീഷിലിറങ്ങിയ. ആ സിനിമയ്ക്ക് ശേഷവും അതിനു മുമ്പും എന്നുള്ള തരത്തിൽ തരംതിരിക്കത്തക്ക രീതി നമുക്ക് ഉണ്ടായിരുന്നു. ജോൺ വിക്ക് മൂവിക്ക് മുമ്പ് ഇറങ്ങിയിട്ടുള്ള സിനിമകൾ, പിന്നീട് ഇറങ്ങിയിട്ടുള്ള സിനിമകൾ എന്നുള്ള രീതിയിൽ. അപ്പം അതിൽ നിന്നും എന്തായാലും ഒരു പ്രേരണ ഉൾക്കൊണ്ടായിരിക്കാം ഈ സ്റ്റോറി വന്നിട്ടുള്ളത്. അത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ മനസ്സിലാവും, ജോൺ വിക്ക് മൂവി നല്ല രീതിയായിട്ട് ഫോളോ ചെയ്യുന്നവർക്ക് ഈ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അത് എവിടെയെങ്കിലൊക്കെ തോന്നും. എനിക്കത് തോന്നിയിട്ടുണ്ട്. എല്ലാവർക്കും അങ്ങനെ ആയിരിക്കണമെന്നില്ല. പക്ഷെ ആ സിനിമയുടെ ഒരു ഇമ്പാക്റ്റ് ഇതിനകത്തുണ്ട്. ഉണ്ണിമുഖത്തിൻ്റെ ഡ്രസ് കോഡിലാണെങ്കിലും ചില ഫൈറ്റ് സീനുകളിലാണെങ്കിലും സ്റ്റോറിയിലൊക്കെ ചെറുതായിട്ടൊക്കെ അത് പോകുന്നുണ്ട്. ഓക്കെ, പിന്നെ കൊറിയൻ സിനിമകൾ ശരിക്കും കണ്ടിട്ടുള്ളവർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കുറേ വയലൻസ് സീൻസും കൊണ്ടാണ് ഈ സിനിമ വരുന്നത്. അപ്പം മലയാളത്തിൽ അധികം പരിചയമില്ലാതിരുന്ന ഒരു ജോണറിലോട്ട് വന്നിരിക്കുകയാണ്. വയലൻസ് സിനിമകൾക്ക് ഇനി പ്രത്യേക ഒരു ഫാൻ ബേസ് തന്നെ ഉണ്ടാകും എന്നുള്ള രീതിയിലാണ് പടം പോകുന്നത്. അങ്ങനെ അറിഞ്ഞുകൊണ്ട് തന്നെ ആയിരിക്കാം ഇങ്ങനെ ഒരു സ്റ്റോറി മലയാളത്തിൽ വന്നിട്ടുള്ളത് എന്നുള്ളത്. എനിക്ക് തോന്നുന്നു ഇത്തരം ജോണറൊക്കെ നേരത്തെ വരേണ്ടതായിരുന്നു എന്നുള്ളത് ഒരുപാട് താമസിച്ചു പോയി എന്നുള്ളതാണ്. കാരണം ബാക്കിയുള്ള ആൾക്കാരും മറ്റു ഇൻഡസ്ട്രികളൊക്കെ അത് പരീക്ഷിച്ച് തുടങ്ങി. ഇപ്പം ഹിന്ദിയിലാണെങ്കിൽ തന്നെ കില്ലെന്ന് പറയുന്നൊരു മൂവി വന്നിട്ടുണ്ട്. പടം പ്രതീക്ഷയോടെ കാണാൻ വന്നിട്ടുള്ളവർ ചിലവർ ഇരുന്നിട്ട് തിയേറ്ററിൽ കണ്ണുപൊത്തിയിരിക്കുന്ന സീൻസൊക്കെ ചിലപ്പോഴുണ്ട്. ഇതൊരു മോസ്റ്റ് വയലൻസ് ആണ്. പക്ഷേ വേറൊരു കാര്യം എനിക്ക് ഇതിനകത്ത് പറയാനുള്ളത്, ഇപ്പം ഈ സിനിമയായിട്ട് തന്നെ കാണണം എന്നൊക്കെ ഉള്ളതാണ്. പക്ഷേ അത് ചില രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടി സിനിമ മാറുന്നു എന്നുള്ള രീതിയിൽ നമുക്കതൊരു അറിയാൻ കഴിയുന്നത് വളരെ ഖേദകരമായിട്ടുള്ള കാര്യമാണ്. എനിക്ക് ഈ സിനിമയുടെ റിവ്യൂസിൻ്റെ അടിയിൽ വരുന്ന ചില കമൻറ്റുകൾ വായിച്ചാൽ നമുക്ക് മനസ്സിലാകും. അതിനകത്ത് ശ്രദ്ധേയമായിട്ടുള്ളൊരു കമൻറ്റ് എനിക്ക് തോന്നിയത്, ഈ സിനിമയ്ക്ക് നല്ലത് പറഞ്ഞാൽ സംഘിയും മോശം പറഞ്ഞാൽ സുഡാപ്പിയും ആക്കുമല്ലോ എന്നൊക്കെ പറഞ്ഞ കമൻറ്റുകൾ വരുന്നത്. എന്ത് വളരെ നമുക്കൊരു ഒട്ടും ദഹിക്കാത്ത രീതിയിലുള്ള ഒരു കാര്യങ്ങളാണത്. സിനിമയായിട്ട് തന്നെ കാണുക, അത് ആസ്വദിക്കുക എന്നുള്ളതിനപ്പുറം വേറൊന്നുമില്ല.